ഘട്ടങ്ങളിൽ 5 കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 2 ഘട്ടം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാനുള്ള 114 മണ്ഡലങ്ങൾ മാത്രം ബാക്കി. ഏറ്റവും നിർണായകം ഡൽഹി, പഞ്ചാബ്, ഹരിയാന. ഒപ്പം UP-യിൽ ശേഷിക്കുന്ന 27 മണ്ഡലങ്ങൾ. അവസാന ലാപ്പിൽ ആര് മുന്നിൽ? സുബീഷ്, ഇനി 2 ഘട്ടങ്ങൾ. 57 അങ്ങനെ 6-7 ഘട്ടങ്ങളിലായി ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയാവും. 114 മണ്ഡലങ്ങൾ ഇനി വിധി എഴുതാൻ ബാക്കി. അതിൽ തന്നെ നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമാവുന്നത് പഞ്ചാബ്, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളാണ്. ഇതിൽ 3ഇടത്തും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2019 കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹരിയാനയിലും ഡൽഹിയിലും BJP വലിയ ആത്മവിശ്വാസമാണ്. കാരണം 2019 ഈ 2 സംസ്ഥാനങ്ങളിലെയും മുഴുവൻ സീറ്റുകൾ അവർക്കൊപ്പമായിരുന്നു. പക്ഷേ പഞ്ചാബിൽ സ്ഥിതി വ്യത്യസ്തമാണ്. പഞ്ചാബിൽ കോൺഗ്രസ് 8 സീറ്റുകൾ നേടി. BJPക്ക് നേടാനായത് 2 സീറ്റുകൾ മാത്രമാണ്. അകാലിദളിന് 2, AAPക്ക് 1. ഇത്തവണ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഡൽഹിയിലെയൊക്കെ പ്രത്യേകിച്ച് ആ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ BJPക്ക് കഴിയുമോ എന്നറിയില്ല. കാരണം ഇതിനിടയിൽ സംഭവിച്ച അതിനാടകീയമായ കേജ്രിവാളിൻ്റെ അറസ്റ്റ്, തുടർന്ന് ഏറ്റവും ഒടുവിലുണ്ടായ മോചനം, ഇതെല്ലാം വലിയൊരു ട്വിസ്റ്റ് തന്നെ വോട്ടർമാരുടെ മനസ്ഥിതിയിൽ വരുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UP-യിൽ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. BJP വളരെ സ്ട്രോങ് ആണ്. ഞാൻ ആ നിരീക്ഷണത്തോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ട് തുടക്കത്തിൽ, ശ്രീജ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളത്, ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 429 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തിയായിരിക്കുന്നു. 5ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞത് ഇന്നലെയാണ്. ഇപ്പോൾ ഒരു രാവും പകലും പിന്നിട്ടിരിക്കുന്നു. മുന്നണികളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം, ശരാശരി പോളിംഗ് ശതമാനം എല്ലാ ഘട്ടത്തിലും കുറവായിരുന്നു എന്നുള്ളതാണ്. 5ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീജ 60% താഴെ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ശേഷിക്കുന്നത് 114 മണ്ഡലങ്ങൾ മാത്രവുമാണ്. അപ്പോൾ ഇതാരെ തുണയ്ക്കും, ആർക്ക് തിരിച്ചടിയാകും എന്ന രീതിയിലുള്ള അവലോകനങ്ങളും വിലയിരുത്തലുകളും സമാന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊന്ന് ഡൽഹി, പഞ്ചാബ്, ഹരിയാന. പഞ്ചാബും ഹരിയാനയും കർഷക രോഷം അതിശക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന, അലയടിക്കുന്ന 2 സംസ്ഥാനങ്ങൾ കൂടിയാണ്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ശ്രീജ, നാളെ ദില്ലി ചലോ മാർച്ചിൻ്റെ 100ാം ദിവസമാണ്. അപ്പോൾ നാളെ മുതൽ ഇപ്പോൾ ഈ ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലുള്ള ശംഭു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിരുന്നു ഇത്രയും നാൾ സമരം. ഈ സമരം നാളെ മുതൽ BJP നേതാക്കളുടെ വീടുകൾക്ക് മുന്നിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കർഷക സംഘടനകൾ. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇനി നടക്കാനിരിക്കുന്ന 114 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഡൽഹിയെക്കുറിച്ച് നേരത്തെ ശ്രീജ പറഞ്ഞു, 7ൽ 7 തൂത്തുവാരി BJP എന്ന്. പക്ഷേ ശ്രീജ മറ്റൊരു കാര്യം പറഞ്ഞത് കെജ്രിവാളിൻ്റെ മോചനമാണ്. ശരി, ജാമ്യാപേക്ഷ പരിഗണിച്ചു, കോടതി ജാമ്യം അനുവദിച്ചു, കെജ്രിവാൾ പുറത്തിറങ്ങി. ഡൽഹിയിലെ ആദ്യത്തെ പ്രസംഗം നരേന്ദ്രമോദിക്കെതിരെ, അതുണ്ടാക്കിയ ആവേശം അലതല്ലുന്നു. സ്വാഭാവികമായും അത് ഡൽഹിയിലും പഞ്ചാബിലും പ്രകടമാകാം. പക്ഷേ കെജ്രിവാളിൻ്റെ മോചനത്തിന് മുമ്പ് തന്നെ ഡൽഹിയിൽ BJP ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ടായിരുന്നു. കാരണം 7ൽ 7 തൂത്തുവാരി എന്നത് ശരിയാണ്. പക്ഷേ വിജയിച്ച 7 സിറ്റിംഗ് MP-മാരിൽ 6 പേർക്കും ഇത്തവണ BJP സീറ്റ് നിഷേധിച്ചു. സീറ്റ് നിഷേധിക്കപ്പെട്ടവർ നിസ്സാരക്കാരൊന്നുമല്ല. മീനാക്ഷി ലേഖി, ഹർഷവർദ്ധൻ, കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഹർഷവർദ്ധൻ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ഗൗതം ഗംഭീർ, ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്ന ഗൗതം ഗംഭീർ, ഇവരൊക്കെ 50%-ലധികം വോട്ട് നേടി വൻ മാർജിനിൽ വിജയിച്ചു വന്ന MP-മാരാണ്. അപ്പോൾ 7 MP-മാരിൽ സീറ്റ് നൽകിയത് മനോജ് തിവാരിക്ക് മാത്രമാണ്. ശേഷിച്ച 6 സിറ്റിംഗ് MP-മാർക്കും BJP കുറി സീറ്റ് നിഷേധിച്ചതിൻ്റെ കാരണം അവിടെ തോൽവി മണക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഡൽഹിയിൽ 7ൽ 7 തൂത്തുവാരാം എന്ന വിദൂരമായ സ്വപ്നം BJPക്ക് പോലും ഇല്ല എന്നതാണ് റിയാലിറ്റി. ഇനി ഹരിയാനയിലേക്ക് വന്നാൽ, ഹരിയാനയിൽ 2014-ലും 2019-ലും 10ൽ 10 മാർക്കും വാങ്ങി പാസ്സായ കുട്ടിയാണ് BJP.
ഇത്തവണ എന്തായാലും അതിലേക്ക് എത്തില്ല കാര്യങ്ങൾ. അവിടെ കർഷക രോഷം അലയടിക്കുന്നു. ഇപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ റിപ്പോർട്ടർ PR സുനിൽ നൽകിയത് നമ്മൾ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഒരു റിപ്പോർട്ടറാണ് PR സുനിൽ. PR സുനിലിനോട് പോലും അവിടുത്തെ വോട്ടർമാർ പറയുന്നു, ഗ്രാമമുഖ്യൻ പറയുന്ന ചിഹ്നത്തിന് വോട്ട് നൽകുന്ന ഒരു പതിവ് പാരമ്പര്യ ശീലമുണ്ടല്ലോ, അത് ഇത്തവണ ലംഘിക്കപ്പെടും എന്നുറപ്പാണ്. അവരവിടെ പരാതികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് കുടിവെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, തൊഴിലില്ല എന്നീ സങ്കടങ്ങൾ അവർ അവിടെ വരുന്ന മാധ്യമപ്രവർത്തകരോടൊക്കെ എണ്ണമിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കർഷക രോഷം അവിടെ ശക്തമാണ്. അതിനാൽ തന്നെ ഹരിയാനയും ഇക്കുറി 10-ൽ 10 നേടി BJPക്ക് അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ നൽകും എന്ന പ്രതീക്ഷ എനിക്കില്ല. പഞ്ചാബിലേക്ക് വന്നാൽ നേരത്തെ ശ്രീജ തന്നെ പറഞ്ഞു, അവിടെ BJPക്ക് ആകെ കിട്ടിയത് 2 സീറ്റായിരുന്നു. ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയത് 8 സീറ്റാണ്. ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റാണ് കിട്ടിയിരുന്നത്. ആം ആദ്മി പാർട്ടിയും നില മെച്ചപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഈ സ്വാതി മലിവാൾ ഇഷ്യൂ ഒന്നും പഞ്ചാബിൽ ഒരുപക്ഷെ ഇപ്പോൾ കെജ്രിവാളിൻ്റെ മോചനം ഉണ്ടാക്കിയ ഒരു ആവേശത്തെ മറികടന്നുകൊണ്ട് AAPയുടെ വോട്ട് സമാഹരണത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയാക്കുന്ന ഒരു ഘടകമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും അവിടെയും സീറ്റ് നഷ്ടമുണ്ടാകാൻ സാധ്യത BJPക്കാണ് എന്നാണ് ആമുഖമായി എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ BJP തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു 400 സീറ്റ് എന്നതായിരുന്നു അവരുടെ തുടക്കത്തിലെ തന്നെയുള്ള മുദ്രാവാക്യം. പക്ഷേ ആ 400-ൽ നിന്നും അവർ കുറേ കൂടി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും അത് ചുരുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 400 സീറ്റ് എന്ന തുടക്കത്തിലെ അവരുടെ അവകാശവാദം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പഞ്ചാബിലെ വേണ്ട ഹരിയാനയിലെയും ഡൽഹിയിലെയും ഒക്കെ മുഴുവൻ സീറ്റുകളും കിട്ടിയാൽ മാത്രമാണ് 400-ലേക്കൊക്കെ സ്വപ്നം പോലും കണ്ടത്. അതായത് ഡൽഹിയിലെ 7 കിട്ടണം, ഹരിയാനയിലെ 10 കിട്ടണം, പഞ്ചാബിൽ നമ്മളിപ്പോൾ പറഞ്ഞ 2 എന്നതിൽ നിന്ന് ഏറ്റവും കൂടിയത് ഒരു 6-ന് മീതെയെങ്കിലും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇളക്കം തട്ടാൻ ഒരു തരത്തിലും BJPക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് UPയിലെ കണക്കുകളാണ്. UPയിൽ 80-ൽ 62 എന്ന ആ നമ്പറിൽ നിന്ന് ഒരു സീറ്റ് കുറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വരും. യോഗിക്കെതിരെ ഒരു പടയൊരുക്കം നടക്കുന്നു എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. ആ രീതിയിൽ ഇത് യോഗിക്കും BJPക്കും വലിയ അഭിമാന പ്രശ്നമാണ് ഈ 62-ൽ നിന്ന് ഒന്നുപോലും കുറയാതെ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു ഘട്ടമെന്ന് നമുക്ക് ഈ 6-7 ഘട്ടത്തെ ആ തരത്തിൽ BJPക്ക് ഏറ്റവും ക്രിട്ടിക്കലായ ഘട്ടം അല്ലേ? ഇപ്പോൾ UPയിൽ ഞാൻ മനസ്സിലാക്കുന്ന ശ്രീജ പ്രകടമായ വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോൾ കെജ്രിവാൾ ഉണ്ടാക്കിയ ഒരു ട്വിസ്റ്റൊന്നും UPയിൽ BJPക്ക് പ്രതികൂലമായ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗത്തിന് സാധ്യതയില്ല എങ്കിൽ തന്നെയും പക്ഷേ ചില അനുരണനങ്ങൾക്ക് അതൊക്കെ കാരണമായേക്കാം. ഇപ്പോൾ നോക്കൂ, ഈ 303 സീറ്റാണ് 2019-ൽ BJPക്ക് കിട്ടിയത്. ഈ 303-ൽ 62 നൽകിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആകെ സീറ്റ് 80 80 സീറ്റുള്ളതിൽ 62 സീറ്റും BJPക്ക് നൽകിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇക്കുറി എന്തായാലും ആ 62-ലേക്ക് BJP എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചാണ്, ഇന്ത്യ മുന്നണിയായാണ് ഇക്കുറി ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയത് ഒരൊറ്റ സീറ്റാണ്. ഈ 62 സീറ്റും BJP നേടിയപ്പോൾ കോൺഗ്രസിന് ഉത്തർപ്രദേശ് പോലുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്ത് കിട്ടിയത് വെറും ഒറ്റ സീറ്റ്, അത് റായ്ബറേലി മാത്രമാണ്. അപ്പോൾ ഇക്കുറി കോൺഗ്രസ് എന്തായാലും ഒന്നിൽ നിൽക്കില്ല. സമാജ്വാദി പാർട്ടിക്ക്, അതായത് അഖിലേഷ് യാദവിൻ്റെ SPക്ക് 2019-ൽ കിട്ടിയത് 5 സീറ്റാണ്. BSPക്കാണ് 10 സീറ്റുകൾ കിട്ടിയത്. ഇക്കുറി എന്തായാലും സമാജ്വാദി പാർട്ടിയുടെ ഒരു യാകാശ്വം, ഫയർ ബ്രാൻഡ് എന്ന് പറയുന്ന അഖിലേഷ് തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത്, രാഹുൽ ഇങ്ങോട്ട് വരണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ എന്നാണ്. അത്രയും കോൺഫിഡൻ്റ് ആണ് അഖിലേഷ് യാദവ്. അപ്പോൾ അഖിലേഷ് യാദവ് കനൗജിൽ മത്സരിക്കുന്നു, റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഒരു പെർഫോമൻസും സാന്നിധ്യവും നമ്മൾ കണ്ടതാണല്ലോ. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെത്തി അവർക്ക് പ്രസംഗിക്കാൻ കഴിയാതെ, ആളുകളുടെ ആവേശം മൂലം പ്രസംഗിക്കാൻ കഴിയാതെ തിരിച്ചു പോവേണ്ടി വരിക അല്ലേ? ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം വോട്ടെടുപ്പിന് തലേന്ന് വരെ നമുക്ക് അങ്ങനെ ഒരു ദൃശ്യം സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. അപ്പോൾ UPയിലാണ്
ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രം കിട്ടിയ യു പിയിൽ ഇവർക്ക് രണ്ടുപേർക്കും, അഖിലേഷ് യാദവിനും രാഹുലിനും, ജനത്തിരക്ക് കാരണം സംസാരിക്കാൻ പറ്റാതെ വേദി വിട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ. 2 ലക്ഷം പേരെ ഉൾക്കൊള്ളുന്നൊരു സ്ഥലമാണത്രേ അത്. പക്ഷെ അവിടേക്ക് 3 ലക്ഷം പേർ വന്നു, അതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് യു പി മാറുന്നുണ്ട്. സമാജ്വാദി പാർട്ടി 5-ൽ നിന്നും കാര്യമായ തോതിൽ സീറ്റ് നില ഉയർത്തും. കോൺഗ്രസിന് 1 സീറ്റ് മാത്രമായിരിക്കില്ല ഇത്തവണ കിട്ടാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം BSP ആണ്. BSP അവിടെ എന്തായാലും 10 സീറ്റാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ഇത്തവണ മായാവതിയുടെ BSP അപ്രസക്തമാണ്, അവർ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ അവരുടെ ഒരു വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. ആ വോട്ടുകൾ BJP-യിലേക്ക്, സമാജ്വാദി പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് ഒക്കെ വിഭജിച്ച് പോയേക്കാം. സ്വാഭാവികമായും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധ്യത യു പിയുടെ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി തന്നെയാകും. അതിനാൽ തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായിരിക്കാം അതിൻ്റെ നേട്ടം സ്വന്തമാക്കുക കൂടുതലായി. ഇതെന്തായാലും വളരെ പ്രകടമായതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു ഫീൽ പ്രകടമായതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. തുടക്കത്തിൽ പറഞ്ഞ 400 സീറ്റ് എന്നതിൽ നിന്ന് ഒരു 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, തെരഞ്ഞെടുപ്പിന് ആദ്യ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നരേന്ദ്രമോദി തന്നെ പിറകോട്ട് പോയി. എനിക്ക് ഇന്നലെ ഏറ്റവും ഒടുവിൽ അത് 270 ഒക്കെ കിട്ടും, ഒരു സേഫായി 270 ഒക്കെ കിട്ടുമെന്ന് പറയുന്ന തരത്തിലേക്കായി. വളരെ ശ്രദ്ധേയമായി തോന്നിയത് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ 400 സീറ്റ് എന്നൊരു നറേറ്റീവ്, അത് ഏറ്റവും ആദ്യം എവിടെയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പാർലമെൻറ്റിലാണ് പറയുന്നത്. പാർലമെൻറ്റിൽ 400 സീറ്റ് ഇത്തവണ നേടുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. പിന്നീടുള്ള കുറച്ച് മാസം നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ വരെ BJP-ക്ക് 400 സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് മാത്രമായി ചർച്ച, അവർ പോലും അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ, ഞങ്ങൾ അധികാരത്തിൽ വരുമോ എന്ന് പ്രതിപക്ഷം പോലും പറയാത്ത സ്ഥിതിയിൽ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും സംസാരിക്കുന്നത് BJP-ക്ക് 400 സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രമാണ്. അപ്പോൾ അതൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കലായിരുന്നു. അതിൽ ഒരു പരിധിവരെ BJP വിജയിച്ചു. കുറേ നാളത്തേക്ക് മറ്റൊരു വിഷയങ്ങളും വരാതെ ഈ 400 സീറ്റ് എന്ന പോയിന്റിലേക്ക് ഈ ചർച്ചയെ കൊണ്ട് നിർത്താൻ അവർ നിർത്തുന്നതിൽ അവർ വിജയിച്ചു അല്ലേ? പക്ഷെ അതിൽ നിന്നും അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ച് നിർഭാഗ്യകരമായ വസ്തുത. ഇപ്പോൾ നോക്കൂ ശ്രീജ, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം വോട്ടെടുപ്പിന് തലേന്ന് വരെ ഇപ്പോൾ രാഹുൽ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിച്ച് ചിരിച്ചിരുന്ന ആളുകളുണ്ട്. ഇന്ന് ആ ഒരവസ്ഥ മാറിയിരിക്കുന്നു. നാഷണൽ മീഡിയ പോലും, മാധ്യമങ്ങൾ പോലും വളരെ ന്യൂട്രലായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നൊക്കെ ലൈവായിട്ട് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ഈ UP-യിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി. അവിടെ പലയിടത്തും ഈ രീതിയിൽ അസാമാന്യമായ ഒരു ജനക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കെജ്രിവാളിൻ്റെ വരവിന് ശേഷം ഉണ്ടായ ഒരു ട്വിസ്റ്റ്. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചിലർ, അതിന് ഉത്തരം പറയേണ്ടി വരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക്, അമിത്ഷായ്ക്ക്, നരേന്ദ്രമോദിക്ക്. നരേന്ദ്രമോദിയുടെ വിരമിക്കൽ ചരിത്രത്തിലാദ്യമായി ഇതാ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നു. BJP-ക്കകത്തെ ഇൻഫൈറ്റ് നോക്കി, ആ ഭിന്നതയിലേക്ക് നോക്കി അരവിന്ദ് കെജ്രിവാൾ നിറയൊഴിക്കുന്നു. അവിടെ BJP പകച്ചു നിൽക്കുന്നു. അപ്പോൾ വോട്ടെടുപ്പിൻ്റെ 1ാം ഘട്ടം വരേക്കും രാജ്യം കാണാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ നരേന്ദ്രമോദിയുടെ മുഖത്താണ് ഇപ്പോൾ പരിഭ്രമം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നാളെ പ്രധാനമന്ത്രിയാകും എന്നൊന്നുമല്ല. പക്ഷെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്കൊരു ഹോപ്പുണ്ട്. ആ ഒരു ഹോപ്പിലേക്ക് 5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇന്ത്യ മുന്നണി നാളെ അധികാരത്തിലേക്ക് എത്തും എന്നല്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ശേഷിക്കുന്നു 114 മണ്ഡലങ്ങൾ. ഇപ്പോഴും വോട്ട് പെട്ടിയിലാണ്, ജനമാണ് തീരുമാനിക്കുന്നത്. അതെ, അധികാരം ആരിലേക്കാണ്, ആര് ഈ രാജ്യം ഭരിക്കും എന്നതൊന്നും നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. കാരണം അത് ആ വിധി എഴുതുന്നത് ജനങ്ങളാണ്. ഇനി 114 മണ്ഡലങ്ങളിലെ ജനങ്ങൾ കൂടി ആ തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി എഴുതാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അവസാന ലാപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് എത്ര കണ്ട് പ്രസരിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ജനങ്ങളിലേക്ക് അത് എത്ര കണ്ട് പകരാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അത് എത്രമാത്രം വോട്ടായി മാറും എന്നതൊക്കെ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ടതാണ്.